ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണ് എന്ന് വ്ളോഗ് എന്നുള്ളത് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതേ സുട്ടുമോന് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്. സുട്ടുമോന് മാത്രം സ്പെഷ്യൽ ഉമ്മ എന്ന് പറയുന്നത് അവൻ്റെ പിറന്നാളാണ് ഓഗസ്റ്റ് 15-ന്. അന്ന് ഞാൻ വീട്ടിലില്ലല്ലോ, അപ്പോൾ കേക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അന്ന് ഹോസ്പിറ്റലായിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബേബിയെ കയ്യിൽ കിട്ടും, ചിലപ്പം ബേബിനെ കിട്ടില്ല. അത് കഴിഞ്ഞായിരിക്കും ഡെലിവറി. അപ്പം എന്നും എക്സ്പെക്റ്റ് ചെയ്യാതുള്ള പോക്കാണല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല ട്രാഫിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഇമോഷണലായിട്ട് വളരെയധികം സങ്കടപ്പെട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഡോക്ടർ നമ്മളെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിലേക്ക് ചെന്നു, BP നോക്കി നേരെ നമ്മളെ ലേബർ റൂമിലേക്ക് വിടുമായിരുന്നു കേട്ടോ. അങ്ങനെ ലേബർ റൂമിൽ പോയി. എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ലേബർ റൂമിൽ പോയിട്ട് ട്യൂബ് ഇടണം എന്ന് പറഞ്ഞു. കാരണം നമുക്ക് യൂട്രസ് ഒന്നും അങ്ങോട്ട് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ട്യൂബിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ കിടക്കുന്നു, അവശതയായിട്ട് കിടക്കുകയാണ്. ട്യൂബൊക്കെ ഇട്ടേക്കാണ്, യൂട്രസ് ഓപ്പൺ ആയിട്ടുള്ള ഇതുവരെ. ട്യൂബ് ഇട്ടിട്ട് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല, കിടക്കുന്നത്. ഹൈ അറിഞ്ഞ് സംസാരിക്കാനൊന്നും വയ്യ ആൾക്ക്, ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഇന്നലെ വൈകിട്ട് ഒരു 5:05 ആയപ്പോൾ അഡ്മിഷൻ ആയതാണ്. അപ്പോൾ ഇന്ന് പിറ്റേ ദിവസം ഇപ്പോൾ സമയം ഒരു 9 രാവിലെ ഇഡ്ഡലി കഴിച്ചു. ആൾക്കും ഇഡ്ഡലി വാങ്ങിച്ചു കൊടുത്ത് ഞാനും കഴിച്ചു, ചായ കുടിച്ചു. അപ്പോൾ വേദനയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് എനിക്ക് നല്ല പെയിനായിരുന്നു. പെയിൻ എന്ന് പറയുമ്പോൾ ട്യൂബിൻ്റെ ഒരു ഡിസ്കംഫർട്ടായിരുന്നു. ട്യൂബ് തന്നെ ഇങ്ങനെ വെളിയിലേക്ക് വരണമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും വന്നില്ല. അപ്പോഴും മനസ്സിലായി യൂട്രസ് ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ എനിക്ക് കൺട്രാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ എന്നെ ഇങ്ങനെ ഇപ്പം മാറും, ഇപ്പം കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നമുക്ക് ബേബി വരും, നാളെ കുഞ്ഞ് ഇങ്ങനെ അടുത്ത് കിടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ എനിക്ക് അതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ വലിയ പെയിൻ അനുഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ അധികം പെയിൻ അനുഭവിച്ചിട്ടില്ല. എന്തായാലും അതെന്താണ് എന്നുള്ളത് ഞാൻ ഉടനെ തന്നെ ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ, അതെന്താണ് കാരണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ പെയിൻ എവിടം വരെ എത്തി എന്നുള്ളത് മാത്രമാണ്. നമുക്ക് പാർട്ടായിട്ട് ഞാൻ ബാക്കിയെല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.